പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ 4-ാം അധ്യായമായ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക് സ്പെഷ്യൽ ജേർണൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് ഓഫ് ജേർണലിൽ വരുന്ന സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെയിൽസ് ഡേ ബുക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സെയിൽസ് ഡേ ബുക്ക് നമ്മൾ പറഞ്ഞത് എന്താണ്? ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സെയിൽസ് ഡേ ബുക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക് എന്നാൽ വെൻ ദ ഗുഡ്സ് ആർ സോൾഡ് ഇറ്റ് മേ ബി റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ഡ്യൂ ടു മെനി റീസൺസ്. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സ് സാധനങ്ങൾ തിരിച്ചയക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റി സാധനമല്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് വരികയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സബ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളല്ല എങ്കിലൊക്കെ എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സ് മേ റിട്ടേൺ ദ ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ദം. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ് ഡിവിഷൻസ് ഓഫ് ജേർണൽ, ഒരു സ്പെഷ്യൽ ജേർണലാണ് സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക്. It is used to record goods returned by customers for various reasons. In sales returns day book, the transactions are recorded on the basis of credit note, or we can say that credit note is the source document used for recording transactions in sales returns day book. ഇപ്പോൾ സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ രേഖ എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. നമുക്കതിൻ്റെ സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കിൻ്റെ ഫോമാറ്റ് ഒന്ന് പരിചയപ്പെടാം. ഹിയർസ് 5 കോളംസ്, 5 കോളമാണുള്ളത്. അതിൽ ഒന്നാമത്തെ കോളം ഡേറ്റ് ആണ്. ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്, അത് റിട്ടേൺ ചെയ്യുന്ന ഡേറ്റാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ദെൻ ക്രെഡിറ്റ് നോട്ട് നമ്പർ. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കുന്നുണ്ട്. സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ക്രെഡിറ്റ് നോട്ട്. ആ ക്രെഡിറ്റ് നോട്ടിന് സീരിയലായിട്ട് നമ്പർ ചെയ്യുന്നതാവും. അതിൻ്റെ ഒരു സീരിയൽ നമ്പറാണ് അവിടെ കാണിക്കുന്നത്. ദെൻ നെയിം ഓഫ് കസ്റ്റമർ, ആരാണോ റിട്ടേൺ ചെയ്തത് അവരുടെ പേരാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ റിട്ടേൺ ചെയ്ത സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് കൂടി വേണമെങ്കിൽ രേഖപ്പെടുത്താം. ദെൻ LF ലെഡ്ജർ അക്കൗണ്ടിനകത്ത് ഈ കസ്റ്റമറുടെ അക്കൗണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പേജാണ് ലെഡ്ജർ ഫോളിയോ, LF എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ എമൗണ്ട് മീൻസ് റിട്ടേൺ ചെയ്ത ഗുഡ്സിൻ്റെ വാല്യൂ ആണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. എന്താണ് ക്രെഡിറ്റ് നോട്ട് എന്ന് നോക്കാം. ക്രെഡിറ്റ് നോട്ട് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ സെല്ലർ ടു ഇൻറ്റിമേറ്റ് ദ ബയർ ദാറ്റ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് ഫോർ ദ ഗുഡ്സ് റിട്ടേൺഡ് ഓർ ഫോർ ദ അലവൻസ് ഗ്രാൻഡഡ് ടു ഹിം. നമ്മൾ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അവരുടെ സാധനങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വന്ന സാധനത്തിന് അവരുടെ അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സാധാരണ രീതിയിൽ നമ്മളിപ്പം വെൻ ഗുഡ്സ് ഈസ് സോൾഡ് ടു എ കസ്റ്റമർ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സോൾഡ് ഗുഡ്സ് ടു രമേഷ്, ഇപ്പോൾ നമ്മൾ ജേർണൽ ചെയ്യുന്ന രമേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ നമ്മളോട് രമേഷിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ രമേഷിനൊക്കെ നമുക്ക് പൈസ കിട്ടാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10,000 രൂപയുടെ സാധനം വെക്കുകയാണെങ്കിൽ രമേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 10,000 രൂപ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു രമേഷിൻ്റെ. അപ്പോൾ അതിൻ്റെ അർത്ഥം 10,000 രൂപ രമേഷിന് നമുക്ക് ലഭിക്കാനുണ്ട്. രമേഷ് ഇസ് എ ഡെറ്റർ. ഇനി രമേഷ് ഇതിനകത്ത് ഒരു 500 രൂപയുടെ സാധനം തിരിച്ചയക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത് കിട്ടാനുള്ള പൈസൻ്റെ അർത്ഥം 500 രൂപ കുറയും അല്ലേ. അപ്പോൾ 500 രൂപ കുറയുമ്പോൾ നേരത്തെ നമ്മൾ 10,000 രൂപ ഡെബിറ്റ് ചെയ്തുകൊണ്ട് അയാളുടെ അക്കൗണ്ടിൽ നമുക്ക് ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറയുമ്പോൾ എന്ത് ചെയ്യണം, അസറ്റാണ്. ഡെറ്റേഴ്സിൻ്റെ അസറ്റാണ്. അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ രമേഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ 500 രൂപ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് ചെയ്ത കാര്യം ഇപ്പോൾ ഗുഡ്സ് റിട്ടേൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും അത്രയും പൈസ, ഇത്ര പൈസയുടെ സാധനമാണോ റിട്ടേൺ ചെയ്തത്, ആ റിട്ടേൺ ചെയ്ത പൈസ ഇത്രയും സാധനം എന്ത് ചെയ്യണം, അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ആ ക്രെഡിറ്റ് ചെയ്ത കാര്യം കസ്റ്റമർ അറിയിക്കാൻ വേണ്ടി സെല്ലർ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്രെഡിറ്റ് നോട്ട്. ഒന്നുകിൽ സാധനം റിട്ടേൺ ചെയ്യാതെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചില സാധനങ്ങൾ ചിലപ്പോൾ റിട്ടേൺ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്ത് നിങ്ങൾ കയ്യിൽ വെച്ച്, പക്ഷേ നിങ്ങൾ പൈസ അക്കൗണ്ടിൽ കൊടുക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഒരു അലവൻസ് അവർക്ക് കൊടുക്കും, ഒരു എമൗണ്ട് ഡിഡക്ഷൻ കൊടുക്കും. ആ ഡിഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുത്താലും അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്ന സാധനം ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ സെല്ലർ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ക്രെഡിറ്റ് ചെയ്യും. എത്ര പൈസയാണോ എത്ര പൈസയുടെ സാധനമാണോ റിട്ടേൺ ആയിട്ട് വന്നത് അത്രയും തുക അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന കാര്യം കസ്റ്റമർ അറിയിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സെല്ലർ. ദെൻ പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റ് നോട്ട് പറഞ്ഞ പോലെ ഇവിടെ ക്രെഡിറ്റ് നോട്ട് ഈസ് ഓൾസോ പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് വൺ കോപ്പി ഈസ് സെൻഡ് ടു ദ ബയർ ഓർ കസ്റ്റമർ. ഒരു കോപ്പി കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. വൺ കോപ്പി ഈസ് റീറ്റെയിൻഡ് ബൈ ദ സെല്ലർ ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. ആൻഡ് ലൈക്ക് ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഈസ് ഓൾസോ സീരിയലി നമ്പേർഡ്. ക്രെഡിറ്റ് നോട്ടും നേരത്തെ ഡെബിറ്റ് നോട്ടും പറഞ്ഞതുപോലെ തന്നെ സീരിയലായിട്ട് നമ്പർ ചെയ്യണം. അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ വരുന്ന ക്രെഡിറ്റ് നോട്ടിന് 1 കൊടുക്കുന്നു, രണ്ടാമത് വരുന്ന 2, 3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം സീരിയലി നമ്പേർഡ്. ക്രെഡിറ്റ് നോട്ട് ഷുഡ് ബി നമ്പേർഡ് സീരിയലി. ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. മെസ്സേഴ്സ് കൊയ്നൗ ഹാസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 2020 ജനുവരി 1 ഗുഡ്സ് റിട്ടേൺഡ് ബൈ മെസ്സേഴ്സ് സാംസങ് ട്രേഡേഴ്സ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതുപോലെ ജനുവരി 10 റിട്ടേൺഡ് ഗുഡ്സ് ബൈ ലിറ്റിൽ ഫ്ലവർ ലിമിറ്റഡ്. അതുപോലെ ജനുവരി 20 ഗുഡ്സ് റിട്ടേൺഡ് ബൈ സാമുവൽ ആൻഡ് കമ്പനി. അപ്പോൾ ഇത്രയും ആളുകൾക്ക് സാധനം റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പയർ സെയിൽസ് റിട്ടേൺസ് ജേർണൽ ഫോർ ദ മന്ത് ഓഫ് ജനുവരി 2020. നമ്മൾ ആദ്യം ഒരു സെയിൽസ് റിട്ടേൺസ് ജേർണൽ വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോളംസ് നേരത്തെ പറഞ്ഞു. ഡേറ്റ്, ക്രെഡിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് കസ്റ്റമർ. ഇവിടെ LF കോളം കൊടുത്തിട്ടില്ല, കാരണം LF കോളം ലെഡ്ജർ ഫോളോ ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. ദെൻ എമൗണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. 2020 ജനുവരി 1 ഗുഡ്സ് റിട്ടേൺഡ് ബൈ മെസ്സേഴ്സ് സാംസങ് ട്രേഡേഴ്സ്. സാംസങ് ട്രേഡേഴ്സിന് സാധനം റിട്ടേൺ ചെയ്തിട്ടുണ്ട്. 10 ബക്കറ്റ്സ് at ₹50. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡേറ്റ് രേഖപ്പെടുത്തുന്നു. 2020 ജനുവരി 1. ദെൻ ക്രെഡിറ്റ് നോട്ട് നമ്പർ ഇവിടെ തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ബ്ലാങ്ക് ആയിട്ട് വിടുന്നു. ദെൻ നെയിം ഓഫ് കസ്റ്റമർ സാംസങ് ട്രേഡേഴ്സ്. അതിന് ഡീറ്റെയിൽസ് താഴെ എഴുതുകയാണ്. 10 ബക്കറ്റ്സ് at ₹50 each. ഇപ്പോൾ 10 × 50 500 എമൗണ്ട് കൊടുക്കുന്നതിനകത്ത് എഴുതുന്നു. അടുത്ത രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വരുന്നത് ജനുവരി 10 ആണ്. റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ലിറ്റിൽ ഫ്ലവർ ലിമിറ്റഡ് 2 mugs at ₹25. ഇപ്പോൾ നെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ ഡേറ്റ് എഴുതുകയാണ്. ജനുവരി 10. ക്രെഡിറ്റ് നോട്ട് നമ്പർ ഈസ് നോട്ട് ഗിവൺ, സോ ലീവ് ഇറ്റ് ബ്ലാങ്ക്. ദെൻ അടുത്തത് ലിറ്റിൽ ഫ്ലവേഴ്സ് ലിമിറ്റഡ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് 2 mugs at ₹25. ഇപ്പോൾ 2 × 25 ₹50. എമൗണ്ട് കൊടുത്തതിനകത്ത് 50 എഴുതുന്നു. നെക്സ്റ്റ് തേർഡ് ട്രാൻസാക്ഷൻ ജനുവരി 20 ആണ്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ സാമുവൽ ആൻഡ് കമ്പനി 3 വാട്ടർ ടാപ്പ് at ₹75. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഡേറ്റ് ആയിരുന്നു 20. ദെൻ നെയിം ഓഫ് കസ്റ്റമർ സാമുവൽ ആൻഡ് കമ്പനി. ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് 3 വാട്ടർ ടാപ്പ് at ₹75. ഇതിലിപ്പോൾ 3 × 75 225. ഇത്രയും ട്രാൻസാക്ഷനാണ് തരില്ല. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തിയതിന് ശേഷം ഇനി എന്തെങ്കിലും എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യാം. അപ്പോൾ എമൗണ്ട് കോളത്തിന് ടോട്ടൽ കാണുകയാണ്. ഇപ്പോൾ ടോട്ടൽ കോളം എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ഇവിടെ 775 775 രൂപയാണ്. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് ആ മാസത്തിൻ്റെ ഏത് മാസത്തെ സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കാണ് തയ്യാറാക്കുന്നത്. ആ മാസത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് അവിടെ രേഖപ്പെടുന്നത്. ഇവിടെ ജനുവരി ആണ്, ജനുവരി 31 രേഖപ്പെടുത്തുന്നു. എമൗണ്ട് 775 ടോട്ടൽ. അപ്പോൾ ഈ രീതിയിലാണ് ഒരു സെയിൽസ് റിട്ടേൺസ് ജേർണൽ അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക് തയ്യാറാക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.